DMK സ്റ്റാലിൻ പ്രത്യേകിച്ചും വിജയ് അട്ടിമറിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിജയ് സർക്കാർ അവർ ഭരിച്ച് അവർ സ്വയം തെളിയിക്കട്ടെ എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലൈൻ. അത് തന്നെയാണ് DMKക്ക് നല്ലത്. ഇപ്പോൾ വിജയ് സർക്കാർ എന്ന് പറയുന്ന ഒരു എന്താണ് അനുഭവ സമ്പത്തുള്ള ആളുകളുടെ ഒരു സർക്കാരല്ല. അതിൽ അനുഭവ സമ്പത്തുള്ളവർ വളരെ വളരെ കുറവാണ്. 1-2 പേരൊക്കെയാണ്. ഒരാളാണ് ADMK എന്ന ഒരാൾ മാത്രം കണ്ടാണ് ഇളങ്കോവൻ. അദ്ദേഹം മാത്രമാണ് മുൻ പരിചയമുള്ളൊരു മന്ത്രി ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സമ്പന്നതയില്ലാത്ത ഒരു മന്ത്രിസഭ അവർ സ്വയം ഭരിച്ച് സ്വയം തെളിയിക്കട്ടെ എന്ന് കരുതുകയാണ് DMKക്ക് നല്ലത്. അതിന് പകരം സ്പീക്കർക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്ന് സർക്കാരിനെ തകർക്കാം എന്നൊക്കെ അവർ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം DMK പോലെ കുറേ കൂടി രാഷ്ട്രീയമായ അവഗാഹമുള്ള ആളുകൾ അവരൊരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചു എന്ന് വെക്കുക, അപ്പം ഒരു MLA-മാരെ വിലക്കെടുത്ത് ഇങ്ങോട്ട് മറിച്ച് അങ്ങനെ DMK അധികാരത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ കോൺഗ്രസ് MLA-മാർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അല്ല, ഇതിലൊരു പ്രശ്നം. ഇനിയിപ്പോൾ സെന്തിൽ ബാലാജി സ്വയം ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഈ മാർഗൂട്ടിൽ പണി കൊടുക്കാം. വിജയ് ഏതായാലും എനിക്കെതിരുള്ള കേസ് എടുത്തേക്കാണ്. അതിലൊരു ഇല്ലോജിക്കില്ല. 15 MLA ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ 15 MLA-മാർ കിട്ടിയതുകൊണ്ട് നടക്കുക. കാരണം ചെറിയ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത്. ADMK എന്നുള്ള ഡിഫക്ഷൻസ് വന്നതിന് ശേഷം കുറച്ചുകൂടി സ്ട്രോങ് ആയില്ലേ? എനിവേ എന്തായിരിക്കും അല്ല, അലോസരം ഉണ്ടാക്കാമല്ലോ. ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അലമ്പുണ്ടാക്കാമല്ലോ. അങ്ങനെ അലമ്പുണ്ടാക്കാനൊക്കെ ശ്രമിക്കും. അതിനും സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പ്ലോട്ട് പൊളിച്ചാവാനും വഴിയുണ്ട്. പക്ഷേ DMKയുടെ ഒരു സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നത് വിജയെ അവിശ്വാസത്തിലൂടെ താഴെ ഇറക്കുക, മറ്റ് കക്ഷികളെ ഇപ്പുറത്തേക്ക് അടിക്കുക, അങ്ങനെ ആണെന്നില്ല. അവർ സ്വയം എക്സ്പോസ്ഡ് ആവുക, സ്വയം തെളിയിക്കുക. ഇത് 2 കാര്യങ്ങളായിരിക്കും DMKയുടെ ഒരു സ്ട്രാറ്റജി എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് കാണാം, കൂടുതൽ കാണാം. കാരണം വെച്ചാൽ തമിഴ് രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, എല്ലാ കാലത്തും അങ്ങനെയാണ്. കരുണാനിധിക്കും ജയലളിതയ്ക്കും രക്ഷയില്ലാത്തടത്ത് ഇളങ്കോവനും സ്റ്റാലിനും രക്ഷയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല.